പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ കൂടി. നേരത്തെയും ആന്റണി രാജു കോടതിയിലേക്ക് വരുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ഇത് അയ്യപ്പ പ്രതിഷേധമാണ്. ശബരിമലയിൽ സ്വർണം കെട്ട ഒരു പ്രതിഷേധം നിലയിലാണ് വന്നിരുന്നത്. ഇപ്പോൾ ആന്റണി രാജു രാജിവെച്ച് പുറത്തു പോവുക എന്നുള്ളൊരു ആവശ്യമാണ് അവർ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. വിധി കാത്ത് കോടതിയുടെ പുറത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാത്തു നിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പ്രതിഷേധവുമായി അവർ വരികയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ വിവിധ വകുപ്പുകളിലുള്ള ശിക്ഷയുടെ വിവരങ്ങൾ കൂടി എന്ന് പറയാം. നേരത്തെ സൂചിപ്പിച്ച 120B അത് ഗൂഢാലോചനയാണ്. 6 മാസം തടവാണുള്ളത്, സാധാ തടവാണുള്ളത്. 201 അത് IPC 201 പ്രകാരം 3 വർഷത്തേക്കാണ് ശിക്ഷയുള്ളത്. 193 പ്രകാരം 3 വർഷത്തെ തടവുമാണുള്ളത്. 465 വകുപ്പ് പ്രകാരമാണ് 2 വർഷത്തെ തടവിന് ശിക്ഷിച്ചിരിക്കുന്നത്. ഇത് 3 വർഷം എന്നുള്ളത് കൊണ്ട് കോടതി ഇവിടുന്ന് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ പറയുന്നത് പോലെ ജയിലിലേക്ക് പോകേണ്ടി വരില്ല. പക്ഷേ സ്വാഭാവികമായി ഇപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം അയോഗ്യനാക്കപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം ജനപ്രാതിനിധ്യ നിയമപ്രകാരം 2 വർഷത്തിൽ കൂടുതൽ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ സ്വാഭാവികമായും അത് അയോഗ്യതയിലേക്ക് പോവുകയും ചെയ്യും. തുടർന്ന് ഇപ്പോൾ ഇനി 3 വർഷം, അതിനിപ്പം 3 വർഷത്തെ ശിക്ഷയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റേ ചെയ്യപ്പെടാത്തോളം കാലം അത് ആദ്യം ഈ 3 വർഷം ശിക്ഷാ കാലാവധിയിലെ 3 വർഷം, ആ 3 വർഷത്തിന് ശേഷമുള്ള 6 വർഷം, ആ 6 വർഷം കൂടെ കഴിഞ്ഞ ശേഷം മാത്രമേ ഇവിടെ നിന്ന് ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് തെരഞ്ഞെടുക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആന്റണി രാജുവിനെ സംബന്ധിച്ച് നിയമവഴി എന്താണ്? ഇപ്പൊ രാഷ്ട്രീയ പ്രേരിതമാണ് കേസ് എന്നൊക്കെ നേരത്തെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. കോടതി നിരപരാധികളെ ശിക്ഷിക്കാറുണ്ട്, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അത്തരം തീരുമാനങ്ങൾ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ തന്നെ ന്യായീകരിക്കുന്നുണ്ടായിരുന്നു. ഇനി നിയമവഴികൾ എന്തുണ്ട്? സ്വാഭാവികമായും ഇനി മേൽക്കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ്. ഈ ശിക്ഷ സ്റ്റേ ചെയ്യേണ്ട സാഹചര്യമുണ്ട്. നമ്മൾ ആ ശിക്ഷ സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് MLA തുടരാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ്. ഏതാനും കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ മാത്രമാണ് ഇനി നിലനിൽക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഇനി കോടതിയെ സമീപിക്കുക, അതിനുശേഷം ഈ പറയുന്ന വാദം കേൾക്കുക, അത്ര നടപടികളിലൊക്കെ പോകുന്ന സ്വാഭാവികം കാലതാമസം ഉണ്ടാകുകയും ചെയ്യും.